KVS ക്രൂഷ്യൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അപ്പോൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 10 മാസത്തിനുള്ളിൽ നടക്കും. അവിടേക്കാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നുള്ള പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയക്കാരനായ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി പോകുന്നത്. ഇനി പറ, ഞാൻ കേക്കട്ടെ. ഒരുപക്ഷെ അതും ഒരു ഘടകമായേക്കാം. കേരളത്തിൽ അടുത്ത 1.5 വർഷത്തിനിടെ 18 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടേക്ക് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വരുന്നു. അതിനൊന്നും ഇല്ലേ? ഇലക്ഷൻ ഇയറിലുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ എന്നുള്ള നിലയിൽ കൂടി കാര്യങ്ങളെ കണ്ടാൽ ഈ നിയമനത്തിന് BJPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? അല്ല, ഇതൊരു സ്വാഭാവികമായ നടപടിയല്ലേ അഭിലാഷേ? ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞു. അദ്ദേഹം ഒരു എക്സ്റ്റൻഷനിലായിരുന്നു ഇവിടെ. കാരണം നമുക്കറിയാം, ഒരു ഗവർണറുടെ കാലാവധി കഴിഞ്ഞാൽ മറ്റൊരു ഗവർണർ നിയമിക്കപ്പെടുന്നത് വരെ നിലവിലുള്ള ആൾ തുടരുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അതിന് ശേഷം 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നു. മഹാരാഷ്ട്രയിൽ വന്നു, ഹരിയാനയിൽ വന്നു. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നിലപാടുകൾ എടുത്തില്ല, തീരുമാനങ്ങൾ എടുത്തില്ല. ഇപ്പോൾ തീരുമാനമെടുത്തു. ഗവർണർമാരുടെ ചിലരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ചില പുതിയ ആൾക്കാരെ വെച്ചു. അത്രേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ഗവർണർക്ക് എന്ത് റോളാ ഉള്ളത്? അങ്ങനെയാണോ നമ്മൾ ഭരണഘടനയെ വിശകലനം ചെയ്യുന്നത്, രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്നത്? കേരളത്തിലെ BJPക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ ഗവർണറുടെ സഹായമൊന്നും ആവശ്യമില്ല. 100% ഞാൻ യോജിക്കുന്നു. അല്ലെന്ന് ബീഹാറിലൊന്നും ഞങ്ങൾക്കൊരു ആശയക്കുഴപ്പമില്ല എന്ന്. കാരണം NDA മുന്നണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നേടിയ വിജയത്തിൻ്റെ ചിത്രം നമ്മുടെയൊക്കെ മുമ്പിലില്ലേ? പിന്നെ ആരിഫ് മുഹമ്മദ് ഖാന് പകരം ഇപ്പോൾ ഉള്ള ആർലേക്കറായിരുന്നു അവിടെ ഗവർണറായെങ്കിലും എന്തായിരുന്നു വ്യത്യാസം ഉണ്ടാകുമായിരുന്നേ? അദ്ദേഹം ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ഇപ്പോൾ ഉള്ള കേരളത്തിലേക്ക് വരുന്ന ഗവർണർ. അതും ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ അതിനൊരു പ്രാധാന്യം കൂടുതലില്ലേ? മറിച്ചാണെങ്കിൽ നമ്മളിതൊക്കെ കാണാതെ പോകാൻ പറ്റുമോ? പിന്നെ ഇവിടെ നേരത്തെ CPMന്റെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, RSSന്റെ പേര് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇവിടെ പേപ്പറാട്ടി കാണിക്കാൻ നോക്കണ്ട. ഇവരൊക്കെ RSS ബന്ധമുള്ളവർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. RSSന്റെ അടിത്തറ നന്നായിട്ട് മനസ്സിലാക്കിയവരും RSSലൂടെ വളർന്നു വന്നവരും തന്നെയാണ്. അവര് RSSകാരനായതുകൊണ്ട് അപകടമൊന്നുമില്ല ഈ രാജ്യത്ത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരനല്ലേ? ഇന്ത്യയുടെ രാഷ്ട്രപതിമാര് RSSകാരായിട്ടില്ലേ? അതുകൊണ്ട് ഈ ഭരണഘടന സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ഭരണഘടനാനുസൃതമായ ജോലികൾ ചെയ്യുന്ന കാര്യത്തിൽ ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ളവരാണ് RSSന്റെ നേതാക്കന്മാർ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു നിലപാടിൽ ഒരു സംശയം വേണ്ട. ഗവർണറുടെ ജോബ് ചെയ്യണം, ജോലി ചെയ്യണം. അദ്ദേഹത്തിന് എന്തൊക്കെയാണോ ഡ്യൂട്ടി ഉള്ളത് അത് ഭംഗിയായിട്ട് നിർവഹിക്കണം. അതിൽ വീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആവർത്തിക്കണോ, ആദ്യം പറഞ്ഞ പോലെ ഗവർണർക്ക് മാന്യത കൽപ്പിക്കണം. അത് കറക്റ്റാണ്. CPMന്റെ ചട്ടുകമായിട്ട് ഗവർണറെ കാണാൻ തുടങ്ങുമ്പോഴാണ് പ്രശ്നം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.